കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആത്മാവിൽ ദൈവസാന്നിധ്യം വളരെ വെളിപ്പെട്ട സന്ദർഭത്തില് പലരും ഇങ്ങനെ ചാടി ആരാധിക്കുന്നുണ്ട്. ആ ചാടിയതല്ല, അവർ തന്നെ അറിയാതെ ആത്മാവിന്റെ ശക്തിയല്ല അവർ ചാടിയത്. കുറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദർശനം കാണാൻ ഇടയെ ഒരു കുഞ്ഞു വന്ന് പറഞ്ഞത്, ഈ ചാടുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഇവർ ചാടുന്നത് നിലത്തല്ല, പിശാചിന്റെ തലയുടെ മുകളിൽ. ഇവിടെ നീ കൈ ഉയർത്തുമ്പോൾ നീ വെറുതെ കൈ ഉയർത്തുക, പക്ഷെ ആത്മമണ്ഡലത്തിൽ അതിന് ഉണ്ടാകുന്ന റിസൾട്ടും മറ്റു പലതും. ഇവിടെ നീ കൈയടിക്കുമ്പോൾ വ്യത്യസ്ത അത്ഭുതങ്ങൾ സംഭവിക്കും. മനസ്സുപോലെ കുടിച്ചോ, എത്ര വേണമെങ്കിലും കുടിച്ചോ, ഇഷ്ടം പോലെ തന്നെ കുടിക്കുവാൻ കഴിയുന്നു. അതിന് ഗുണം മാത്രമേ വരുത്തുകയുള്ളൂ. അത് ജീവിതത്തിന്റെ ഗതിതിരിഞ്ഞ് ഒരു പുത്തൻ ദിശയിലേക്ക് പോകുവാൻ കഴിയും. കൂടുതൽ സമാധാനം പ്രദാനം ചെയ്യും, കൂടുതൽ നിലനിൽക്കുന്ന സന്തോഷം പ്രദാനം ചെയ്യുവാൻ, വ്യക്തിപരമായി കർത്താവുമായുള്ള ബന്ധം വർദ്ധിക്കുവാനുള്ളവര്, ഈ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനുള്ളവര്, മറ്റുള്ളവരിൽ നിന്നും ഇരുട്ടിൽ തപ്പിക്കളയുമ്പോൾ കൃത്യമായി ദിശാബോധം ഉണ്ടായിരിക്കും, ലക്ഷ്യബോധം ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഈ സിമ്പിൾ പ്രിൻസിപ്പിൾസ് എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വലിയ മനസ്സിൽ പറയുകയുണ്ടായി. കാരണം ഇന്നും ഭൂമിയിൽ more than 60% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ്. എക്സ്പീരിയൻസസിന്റെ പ്രാധാന്യം അതാണ്. നിങ്ങൾ ലിറ്ററേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്ക്യൂസസ് ഇല്ല. ആമേൻ. ഇല്ലിറ്ററേറ്റ് ആയുള്ളവർക്ക് വായിച്ച് ഒന്നും കിട്ടത്തില്ല. ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ മുന്നിരിക്കുന്ന ഭാഷ കേൾക്കുന്നത്, മെജോറിറ്റി സമയം ഞങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഭാഷയുടെ കലക്കം ആർക്കും അറിയത്തില്ല, ഭാഷയും ആർക്കും അറിയത്തില്ല. ഉള്ള ഭാഷയൊക്കെ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് വ്യത്യസ്ത ട്രൈബിലുള്ളവരാണ്. ആദ്യ ട്രൈബിലുള്ളവരുണ്ട്. അവർക്ക് ആദ്യ ഭാഷ വില്ലേജിൽ നിന്ന് അവർക്ക് ആദ്യ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, ഒന്നും അറിയത്തില്ല. അമ്മച്ചിമാരോ വലിയമ്മച്ചിമാരോ പഠിപ്പിക്കുന്നതാണ്, ഒന്നും പ്രസംഗിക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ അവരവിടെ ഇരിക്കും. ആമേൻ. അവർക്ക് ലോകത്തിൽ വേറെങ്ങും കിട്ടാത്ത ഒരു സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. നമ്മൾ പല മിടുക്കന്മാരും സ്വർഗത്തിൽ പോയില്ലെങ്കിലും ഈ പാവം പിടിച്ച എഴുത്തുമാരെ അറിയാത്ത സ്വർഗത്തിൽ, കാരണം അവര് ശരീരത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞു. സാധ്യത ഇത്ര വലുതാകുന്നതിനാൽ പ്രയോജനപ്പെടുത്തുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 11-ാമത്തെ അധ്യായത്തില് അബീമേലെക്കുമായിട്ടുള്ള സംഭാഷണ സമയത്ത് 9-ാം അധ്യായത്തില് മുന്തിരിവള്ളിയെ വന്ന് വൃക്ഷങ്ങളുടെ രാജാവാക്കുവാൻ വേണ്ടി വൃക്ഷങ്ങളുടെ സംഘടന ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു. 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് 9 ന്യായാധിപന്മാരുടെ പുസ്തകം 9 പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഉപേക്ഷിച്ച് ദൈവത്തിലെ ആത്മാവിന്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ വർദ്ധിക്കുമ്പോൾ അവർ 2 കൂട്ടരെയാണ് സന്തോഷിപ്പിക്കുന്നത്. ഒന്ന്, മറ്റുള്ള മനുഷ്യരെ അവർ സന്തോഷിപ്പിക്കുന്നവരായി തീരും. 2, ദൈവത്തെ സന്തോഷിപ്പിക്കും. നീയുടെ ആത്മലഹരിയിലായിരിക്കുമ്പോൾ, ആത്മാ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾ കൃപാവരങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നീ പ്രവചിച്ചെന്നിരിക്കും, ഒന്നും വേണ്ട, നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അത് വിടുതലായിത്തീരും.
അത് അവർക്കൊരു റെസ്റ്റ് കിട്ടും, ഒരു സന്തോഷം കിട്ടും, ഒരു സ്വസ്ഥത കിട്ടും. അതിനവർക്ക് കാരണമായി തീരും. നിന്നിലുള്ള കൃപാവരങ്ങളുടെ വർധനവ്, നിന്നിലൂടെ ഉള്ള ആത്മലഹരി മറ്റുള്ളവർക്ക് ആനന്ദമായി തീരും. ആമേൻ. ഞങ്ങൾ ദേവദാസന്മാരുടെ തന്നെ അതൊരു ഉദാഹരണമാണ്. ഞങ്ങളിൽ കൂടുതൽ ആത്മാവിന്റെ ലഹരി വരികയാണെങ്കിൽ കോൺഗ്രിഗേഷൻ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. മാത്രവുമല്ല, ദൈവം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എനിക്കിത് വേണം. ദൈവത്തെ എനിക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നിറയുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. അന്യഭാഷ പറയുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. വളരെ ആത്മശക്തിയോടുകൂടെ പ്രഭാഷണം നടത്തുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. പ്രവചിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ആത്മാവിൽ നൃത്തത്തിൽ ദൈവത്തെ ശ്രമിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. Thank you, Jesus. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആത്മാവിന്റെ ലഹരി പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭ്യമാകും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവമാണ് എണ്ണ പ്രകൃതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എണ്ണ പ്രവർത്തിക്കുന്നത് തുല്യമായി നമ്മുടെ മേൽ പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും. ആത്മാവിൽ ഉള്ള അഭിഷേകത്തിന്റെ അനുഭവം നമുക്ക് ലഭ്യമാകും. 133-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭ്രം, എത്ര മനോഹരമാകുന്നത്. വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. പഴയ നിയമത്തിൽ വിശേഷമായിട്ടും നമുക്ക് അഭിഷേകം എന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളുടെ അടയാളമായിട്ട് എണ്ണ തലയിൽ ഒഴിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും എണ്ണ ഒഴുകുന്നതിന് തുല്യമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. എണ്ണ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ശക്തിയെ കാണിക്കുന്നത്. എല്ലാ എണ്ണയിലും ശക്തിയുണ്ട്. വെളിച്ചെണ്ണയിൽ ശക്തിയുണ്ട്, മണ്ണെണ്ണയിൽ ശക്തിയുണ്ട്, പെട്രോളിൽ ശക്തിയുണ്ട്, കടുകെണ്ണയിൽ ശക്തിയുണ്ട്, സകല എണ്ണയിലും ശക്തിയുണ്ട്. പെട്രോൾ മാത്രം, ക്രൂഡ് ഓയിൽ മാത്രം നോക്കിയാൽ മതി. ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭ്യമാകുന്ന, മണ്ണിൽ നിന്ന് ലഭ്യമാകുന്ന എണ്ണയാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭ്യമാകുന്ന എണ്ണ മൂലമായിട്ട് 100-ലധികം ബൈ പ്രോഡക്ട്സ് ആണ് ഉണ്ടാകുന്നത്. പെട്രോളും ഡീസലാണ് നമ്മൾ സാധാരണഗതിയിൽ അറിയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽസും എല്ലാം ഉൾപ്പെടെ 100-ലധികം ബൈ പ്രോഡക്ട്സ് ആണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണയിൽ നിന്ന് മനുഷ്യൻ ഉത്പാദിപ്പിക്കുന്നത്. റിഫൈനറികളിലെ അവിടെ പോയി നിങ്ങൾ അതിൽ നിന്ന് അറിവ് നമുക്ക് ലഭ്യമാകും. റിഫൈനറികളിൽ അത് സംഭവിക്കുക. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ റിഫൈനറിയിൽ ഇത് 100-ലധികം ബൈ പ്രോഡക്ട്സ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക്സും ഈ മണ്ണിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിൽ നിന്ന് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് പല കോസ്മെറ്റിക്സും വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഒരു എണ്ണയിൽ നിന്ന് 100-ലധികം ബൈ പ്രോഡക്ട്സ് ഉണ്ടാകുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈ അഭിഷേകത്തിൽ നിന്ന് എത്രയധികം ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പോസിബിലിറ്റി ഇതുവരെ ഒരു ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ തോറ്റ് തൊപ്പിയിട്ട് ജീവിക്കേണ്ടവരൊന്നുമല്ല, ദേശങ്ങളെ പിടിച്ചെടുക്കേണ്ടവർ, കീഴ്പ്പെടുത്തുന്നവരാണ്, ഭരണം നടത്തുന്നവരാണ്. ദൈവമില്ലാത്തവനെ എല്ലാം ദൈവമുള്ളവനാക്കി തീർക്കുവാനുള്ള ദൈവശക്തിയാണ് നമുക്ക് അംഗീകരിക്കുന്നത്. ഈ തലമുറയെ ആരെയും ചന്ദ്രപ്പുറവരും ഉപയോഗിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാനാണ്. ഇത് വസ്ത്രത്തിന്റെ തലയിൽ, അഹരോന്റെ താടിയിലേക്ക്, അഹരോന്റെ തലയിൽ നിന്നാണ് ഇത് ഒഴുകി തുടങ്ങുന്നത്, തലയിൽ നിന്ന് ശരീരത്തിലേക്ക്. അങ്ങനെ നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ സഭയാകുന്ന ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നാണ് ഈ അഭിഷേക തൈലം എന്നിലേക്ക് ഒഴുകുന്നത്. ഈ ശരീരമാണെന്നുണ്ടെങ്കിൽ നനയാതിരിക്കത്തില്ല. അവൻ ക്രിസ്തുവാകുന്ന തലയുടെ മേൽ അഭിഷേക തൈലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അഭിഷക്തനാകുന്നതിനാൽ ആ തലയിൽ നിന്ന് എണ്ണ താഴോട്ടൊഴുകുമ്പോൾ നിന്റെ ശരീരം, നീ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ നിന്റെ തലമേൽ ഈ എണ്ണ ഒഴുകും.
ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ സ്റ്റേറ്റ്മെന്റ് നടത്തി പോകട്ടെ. അതിൽ നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ സാരവുമില്ല. ഞാനിത് എൻ്റെ ലേഖനം 12-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ചർച്ച് ഓഫ് ഗോഡ്, സഭ രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും. പക്ഷെ സഭയുടെ ഭാഗമാകുന്നവർ എല്ലാവരും പരിശുദ്ധാത്മാവിനെ the spirit, mind and body, Holy Spirit influence ആയിരിക്കുന്നവർ മാത്രമേ കർത്താവിന്റെ മണവാട്ടി സഭയിൽ അങ്ങനെ ആകുകയുള്ളൂ. ഞാൻ അത് വാക്യം 12-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് 1 Corinthians 12-ാം അധ്യായത്തിൽ ആ വാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാൻ വിടുകയാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു തമ്മിലൊരു തർക്കത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് അത് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ, ശരീരമാണ് ചർച്ച് ഓഫ് ഗോഡ്, ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. ഹല്ലേലൂയ. ഏക ശരീരമാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രക്ഷിക്കപ്പെട്ട നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോയിരിക്കാം. പക്ഷേ ചർച്ച്, മണവാട്ടി സഭ ഏക ശരീരമാകണമെന്നുണ്ടെങ്കിൽ പ്ലീസ് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അഭിഷേക തൈലം നിന്റെ മേൽ ഒഴുകിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിൽ നിന്ന് ഒഴുകുന്ന അഭിഷേക തൈലമാകുന്നതിനാൽ പഴയ നിയമത്തില് ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരാളിനെ വേർതിരിക്കുമ്പോൾ അവിടെ അഭിഷേക തൈലം തലയിൽ ഒഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തില് അഭിഷേക തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 30-ാം അധ്യായത്തിൽ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നേത്രമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞൂറും അതിൽ 250 ശേക്കൽ സുഗന്ധലവങ്ങവും അങ്ങനെ മുഴുവൻ സുഗന്ധവർഗങ്ങൾ കൊണ്ടാണ് വിശുദ്ധമായ അഭിഷേക തൈലമാകുന്നത്. അവയെല്ലാം സുഗന്ധവർഗങ്ങളാണ്. അഥവാ ഈ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഒഴുകുകയാണെങ്കിൽ അത് സുഗന്ധം പരത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവന്റെ അരികിൽ നിന്നാൽ മണമടിക്കും. അഭിഷേകമുള്ള ഒരു സഭയുടെ മണം ദേശത്ത് പരക്കും. പല സഭകളും അവൻ ദൈവനാമത്തെ ദുഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമുള്ള സഭകൾ ദേശത്ത് സുഗന്ധം പരത്തും. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിൽ നിന്നും നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും ആളുകൾ മണം പിടിക്കും. അവൻ ഇന്നടത്ത് പോയ വിടുതലുണ്ട്, ഇന്നടത്ത് പോയ സൗഖ്യമുണ്ട്, ഇന്നടത്ത് പോയ വചനമുണ്ട്, ഇന്നടത്ത് പോയ ആരാധനയുണ്ട്. സംഘടനയിൽ അംഗങ്ങളാകുന്ന കാലം അതിനുള്ള താല്പര്യം മനുഷ്യന് നഷ്ടമായി. അവൻ നമുക്ക് ദൈവം ഉള്ളിടത്തായിരിക്കണമെന്നാണ്, യേശു ഉള്ളിടത്തായിരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങൾ ആ നിലയിൽ ഒരു ചർച്ച് ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു അഭിഷേകത്തിന്റെ ഒഴുകണം. അഭിഷേകത്തിന്റെ മണം ദേശത്ത് തരണം. ദൈവം പ്രവർത്തിക്കുന്ന പ്രാധാന്യം വചനത്തിന്റെ സ്വാധീനം വെളിപ്പെടുവാനിടവരും, അവൻ ഡിവൈൻ ഓർഡർ വെളിപ്പെടുവാനിടവരും, സുഗന്ധം ദേശത്ത് പരക്കുവാനിടവരും. സുഗന്ധം പരന്നു കഴിഞ്ഞാൽ ജനം ഇവിടെ വന്നു കഴിഞ്ഞാൽ വിടുതലുകൾ ഇവിടെ സംഭവിച്ചിരിക്കും. ഒരു ശുശ്രൂഷകന്റെയും മണം ദേശത്ത് പരക്കട്ടെ, ഒരു സഭയുടെയും മണം ദേശത്ത് പരക്കുവാനിടവരട്ടെ, ഒരു വിശ്വാസിയുടെയും മണം സുഗന്ധം ദേശത്ത് പരക്കുവാനിടവരട്ടെ. എണ്ണയുടെ അനുഭവം ഭവനത്തിന്റെ ഉള്ളിൽ വെളിപ്പെടും. ഭവനത്തിന്റെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ അധികാരം എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതല്ല, ഒരിക്കലും
പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. അധികാരം വർദ്ധിക്കത്തില്ല, ശക്തി വർദ്ധിക്കും. അപ്പൊ എവിടെയാണ് വ്യത്യാസം ഇരിക്കുന്നത്? സഭയുടെ വളർച്ചയുടെ വ്യത്യാസം അധികാരത്തിലല്ല, ശക്തിയില്ല. അധികാരം ഓൾറെഡി തന്നിരിക്കുക. അധികാരം വർദ്ധിക്കാൻ വേണ്ടി, അധികാരം ലഭിക്കുവാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ശക്തി, പവറാണ്. ഞാൻ ഇന്നലെ പവർ ബാപ്റ്റിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ശക്തി, മഹാശക്തി, ആമേൻ, വലിയ ശക്തി എന്ന പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ അധികാരമുണ്ട്, കർത്താവ് നൽകിയിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എല്ലാ വിശ്വാസികളുടെ മേൽ നൽകിയിരിക്കുക. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശക്തി നിന്റെ മേൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല രോഗത്തെയും വീണ്ടെടുക്കുവാനുള്ള ശക്തി ദൈവം നിന്റെ മേൽ സകല അധികാരവും നിന്റെ മേൽ നൽകിയിരിക്കുകയാണ്. ആ അധികാരത്തെ അവിടെ പ്രായോഗികമാക്കുവാൻ എന്താ പറയുന്നത്? അസാധാരണമാണ് ശക്തി നൽകിക്കട്ടെ. ആ എണ്ണത്തെ ഒഴുകട്ടെ, വിഷയത്തിന് എണ്ണത്തെ ഒഴുകട്ടെ. ഈ എണ്ണ ഒഴുകുകയാണ് എങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഏശയ്യാ 10:27 നമുക്ക് കാണുവാണെങ്കിൽ നല്ല ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അനോയിന്റിംഗ് ഓയിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഈ എണ്ണ ഒഴുകിയാൽ അതിന്റെ മേലുള്ള ശക്തി നിമിത്തം നിന്റെ മേൽ ഒരു മുഖം നിൽക്കത്തില്ല, മുഖം ഒടിഞ്ഞ് പൊളിയും. മനുഷ്യന്റെ മേൽ അനേകം മുഖങ്ങൾ വെക്കുവാൻ പിശാച് ശ്രമം നടത്തും. അഡിക്ഷൻസ് ആയിട്ട്, മറ്റു പലതുമായിട്ട്, അഭിഷേക തൈലങ്ങളെ ഒഴുകുകയാണ്. സകലവും ഒടി. വിചാരങ്ങളുടെ മുഖങ്ങൾ ഒടിയട്ടെ. പകലാരുടെ മേലെങ്കിലും ആ മുഖങ്ങളുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നിനക്ക് വേണ്ടത്. അഭിഷേകത്തിന്റെ മേൽ ഒഴുകിയാൽ മുഖം ഒടിഞ്ഞിരിക്കും. രോഗത്തിന്റെ മുഖമാകട്ടെ, സാമ്പത്തിക ക്ലേശത്തിന്റെ മുഖമാകട്ടെ, ഏതെങ്കിലും മുഖങ്ങളാകട്ടെ, സകല മുഖങ്ങളും ഒടിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് ദൈവപരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി. ആ എണ്ണത്തിന്റെ മേൽ ഒഴുകട്ടെ. ഒഴുകിയാൽ പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ആമേൻ. രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അനുഭവമാണ് എണ്ണയുടെ അനുഭവം. നമുക്ക് ലഭിക്കും. മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം പരിശുദ്ധാത്മാവ് വരുമ്പോൾ 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. 2-ാം ഭാഗത്ത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും, അഗ്നി കൊണ്ടുള്ള അനുഭവം പ്രാപിക്കും. ഇതിനെ ലൂക്കോസിന്റെ സുവിശേഷം 3:16 ആവർത്തിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3:16 ആവർത്തിച്ച ആ പ്രസ്താവന അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നതായി. 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ആമേൻ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിന് മുഴക്കമുണ്ടായ വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അഗ്നി അഭിഷേകം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ കർത്താവ് വിശ്വസിക്കണം. പല കാര്യങ്ങളും അവന് പല നിലയിൽ നീ ശ്രമിച്ചു നോക്കിയിട്ടും ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി അഭിഷേകം നിന്റെ മേൽ വരികയാണെങ്കിൽ പലതും കത്തിപ്പോകും. അവിടെ ഒടിയുകയൊന്നുമില്ല, കത്തിപ്പോകും, കൺസ്യൂംഡ് ആകും. പിന്നെ അതിന് തുടരുവാൻ കഴിയും. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. തീ നിങ്ങളുടെ മേൽ കത്തും. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അത് അനുഭവിക്കാൻ കഴിയും. വെറും വാക്കുകളല്ല, ഇവരുടെ മേൽ വെളിപ്പെട്ടതുപോലെ അഗ്നി നിങ്ങളുടെ മേൽ കത്തുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി സ്കാർബറോയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തിൽ ഒരു ആത്മസാന്നിധ്യം, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആഴത്തിൽ വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പാസ്റ്റർ അദ്ദേഹം കാണുകയാണ്, ദർശനത്തിൽ കാണുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിയായിട്ട് അദ്ദേഹം കാണുകയാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള തീ കൊണ്ടുള്ള ഒരു മനുഷ്യനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച്
നിങ്ങൾക്ക് തീ അനുഭവപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പല പ്രതിസന്ധികളെയും ജയിക്കാൻ ഞാൻ ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, പഞ്ചസാര പാത്രത്തിനകത്ത് ഉറുമ്പ് കയറിയാൽ നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാർ ഇറങ്ങണ മുമ്പ് നിന്നെ പുറത്താക്കുന്നവരെ ഞാൻ 40 സൂപ്പർസ്റ്റികൾ വെല്ലുവിളിയൊന്നും നടത്തത്തില്ല. പഞ്ചസാര പാത്രം അടുപ്പിനടുത്ത് നീക്കി വെക്കും. അടുപ്പിലെ ചൂട് തട്ടുമ്പോൾ ഉറുമ്പ് വരി വരിയായി ഇറങ്ങിപ്പോകും. പിശാചുമായിട്ട് വലിയ വെരുട്ടലൊന്നും നടത്തേണ്ട കാര്യമില്ല. തീ നിന്റെ മേൽ കത്തിയ ഒരൊറ്റ കൊച്ചു പിശാചു പോലും തുടരുകയില്ല. എല്ലാം ഇറങ്ങിപ്പോകും. അവൻ സകല കെട്ടുകളും പൊട്ടും കത്തിപ്പോകും. ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് പകരുവാൻ വിശ്വസിക്കുന്നു. 2002 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഈ ഒരു ദിശയിലേക്ക് തിരിച്ചു വിടുകയും അതിനുശേഷം എന്റെ ശുശ്രൂഷയിൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ ഞാൻ അനുഭവിക്കുകയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ദൈവം പറയുന്നത്, നാച്ചുറൽ റിലത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും മനുഷ്യൻ കാണുന്നത് പോലെയും ഒന്നുമല്ല ആമേൻ സ്പിരിച്വൽ റിലത്തിൽ സംഭവിക്കുന്നത്. ആമേൻ. ആ പൗലോസ് അതിന് ഉദാഹരണം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12 പറയുന്നത്, ഞാൻ പരദീസയോളം എടുക്കപ്പെട്ടു. അവിടെ ഒരു വാക്യം പറയുന്നത്, മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ശബ്ദമൊക്കെ. ഇവിടെ വന്ന് പറയാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ സ്വർഗത്തിൽ ചിലപ്പോൾ കാണാൻ പോകും. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ അന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കും. നാച്ചുറൽ റിലം അല്ല പ്രിയമുള്ളവരെ സ്പിരിച്വൽ റിലം എന്ന് പറയുന്നത്. അവൻ ദൈവാത്മാവിനോട് 7-ാം അധ്യായത്തിൽ നിന്ന് ഇടപെടുകയുണ്ടായി. 7-ാം അധ്യായം ദാനിയേൽ പുസ്തകം 7:9 നിന്ന് ഇടപെട്ടു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അവർ ന്യായാസനങ്ങളെ വെച്ചു. മലയാളത്തിൽ വയോധികൻ എന്ന് എഴുതി വെക്കുന്നതിനാൽ ഇംഗ്ലീഷിൽ എമിഷൻ ഓഫ് ഡേയ്സ്. പുരാതനനായ ഒരുത്തനിരുന്നു. ശ്രദ്ധിച്ചോണം. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും. നമുക്ക് ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അവൻ അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ സിംഹാസനം ഹോളിനെസ് ആണ് കാണിക്കുന്നത്. അവൻ അഗ്നി ഹോളിനെസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഇന്റർപ്രിട്ടേഷനെ നമ്മൾ അങ്ങനെ സമീപിക്കേണ്ട. ഇതിന്റെ പ്രായോഗികമായിട്ട് ഉള്ള സത്യം നമ്മൾ നേരിടുമ്പോൾ തീയുടെ മുകളിലാണ് ദൈവം ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, തടി വേണം ഇവിടെ കസേര ഉണ്ടാക്കണമെങ്കിൽ, പ്ലാസ്റ്റിക് വേണം, ഇരുമ്പ് വേണം, ഒരു വസ്തു വേണം. കർത്താവിന്റെ സ്വന്തത്തിൽ ഒരു കസേര ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു മെറ്റീരിയലിന്റെ ആവശ്യമില്ല. അഗ്നി കൊണ്ടാവുന്നു തീ ഉണ്ടാക്കുവാൻ വിശ്വസിക്കണം. കയറുണ്ടാക്കണമെങ്കിൽ പ്ലാസ്റ്റിക് വേണം, അല്ലെങ്കിൽ ചകിരി വേണം, അതുപോലെ വേണം. ദൈവത്തിന് ഇരുട്ടുകൊണ്ട് കയറുണ്ടാക്കാൻ പ്രാപ്തിയുണ്ടാവും. പിശാചിനെ അവസാനം ബന്ധിക്കാൻ പോകുന്നത് ഇരുട്ടുകൊണ്ടുള്ള കയറുകൊണ്ടാണ്. ദൈവം അവനെ ബന്ധിച്ച് അവനെ തീപ്പൊയ്യിൽ എറിയാൻ പോകുന്നത്. അവൻ തീ കൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. അടുത്തൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ഭാഗത്ത് അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഏലിയാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി രഥം വന്നു കഴിഞ്ഞപ്പോൾ, അത് എന്തുകൊണ്ടുള്ള രഥമാണെന്ന് അറിയാമോ? റബ്ബർ കൊണ്ടുള്ള രഥമല്ല, തടി കൊണ്ടുള്ള രഥമല്ല, തീ കൊണ്ടുള്ള രഥം. വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളത് വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ പലതും ദൈവരാജ്യത്തിലുണ്ട്. സ്പിരിച്വലത്തിൽ ഇങ്ങനെ പലതുമുണ്ട്. അനുഭവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അനുഭവിക്കാൻ പോകുകയാണ്. തീ കൊണ്ടുള്ള കുതിര, ഹല്ലേലൂയ. മാംസം കൊണ്ടുള്ള കുതിരയെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ തീ കൊണ്ടുള്ള കുതിരയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വിശ്വസിച്ചാൽ നിനക്കത് കാണാൻ കഴിയും. തീ കൊണ്ടുള്ള രഥചക്രങ്ങളോ, വിശ്വസിച്ചാൽ നീ ആ രഥത്തിനകത്ത് കയറാൻ പോകും. ഹല്ലേലൂയ. തീ കൊണ്ടുള്ള നദി, അടുത്ത് തീ കൊണ്ടുള്ള നദി ഒഴുകുകയാണ്. തീ കൊണ്ടുള്ള നദിയോ അഗ്നി നദിയോ ഒഴുകും. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വസിച്ചാൽ ഇതിന്റെ നടുവിലൊഴുകും, ഇംഗ്ലണ്ടിലൊഴുകും, ഇന്ത്യയിലൊഴുകും. ലോക രാജ്യങ്ങളിൽ അഗ്നി നദി ഒഴുകുവാൻ സമയമായിരിക്കുകയാണ്. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന സകലത്തിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവം തീയിട്ട് കത്തിക്കാൻ പോകും. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ ഭവനത്തിന്റെ മേൽ ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല ഇരുട്ടിന്റെ കെട്ടുകൾ ഇന്ന് പകൽ വിശ്വസിച്ചാൽ തീയിറക്കി കത്തിക്കാൻ പോകും. അഭിഷേകത്തിന്റെ അനുഭവം വേണം കർത്താവേ. എണ്ണയിൽ ഒഴുകുവാൻ വരട്ടെ. കർത്താവിനോട് ചോദിക്കുക, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അനോയിന്റിംഗ്, ഫയർ അനോയിന്റിംഗ്. കർത്താവേ, എനിക്ക് ഫയർ അനോയിന്റിംഗ് വേണം. ചോദിച്ചാൽ കർത്താവ് തരാൻ വിശ്വസ്തത. എല്ലാവരും പ്രാർത്ഥിച്ചു. ചില ദർശനങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ബന്ധങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ രോഗബന്ധങ്ങളും അഴിയട്ടെ. ബുദ്ധിമുട്ടുകളും ദുഷ്ടം കെട്ടിയിരിക്കുന്ന എല്ലാ മിസ്കൺസെപ്ഷൻസും, എല്ലാ റിജിഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കത്തിപ്പോകണം.
അവിടുത്തെ സ്പർശിക്കട്ടെ, അവിടുത്തെ ലഹരികളെ വ്യാപിക്കട്ടെ. അവിടുത്തെ തീരുകളെ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീരുകളെ കത്തട്ടെ, അഭിഷേകത്തിന്റെ തീരുകളെ കത്തട്ടെ. ശരീരത്തിൽ അഭിഷേകത്തിന്റെ തീരുമാനം ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീരുകൾ കാവൽ സൃഷ്ടിക്കപ്പെടട്ടെ. എന്റെ തലമുറകളുടെ പരിശുദ്ധാത്മാവിന്റെ തീരുകൾ കാവൽ സൃഷ്ടിക്കപ്പെടട്ടെ. ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളുടെ തലമുറകൾ വരാതിരിക്കുവാൻ, ഈ ദേശത്തിന്റെ ഇൻഫ്ലുവൻസസിന്റെ തലമുറകൾ വരാതിരിക്കുവാൻ തീരുകൾ കവലത്തിന്റെ തലമുറ ചുറ്റും പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടട്ടെ. ശക്തിയോടെ ശ്രമിച്ചു. ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ ഇന്ന് ദൈവശക്തിയിലായിട്ട് കർത്താവെ ഇപ്പോഴുള്ള ജീവനെ നില പോലെ കർത്താവെ എനിക്കൊരു ഭക്തന ആവശ്യമാണ്. അങ്ങനെ പറയുന്നവർ എനിക്കൊരു അഗ്നി അഭിഷേകം ആവശ്യമാണ്. അവനെ ലഹരി പിടിക്കുന്ന ഒരു അനുഭവം കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ അഭിഷേകം എന്റെ മേൽ എണ്ണ പോലെ ഒഴുകട്ടെ. സകല ദുഃഖങ്ങളും ഒടിഞ്ഞു പോകട്ടെ, കത്തിപ്പോകട്ടെ. ഇപ്പോഴുള്ള അവസ്ഥയിലെ കർത്താവെ ഞാൻ ഇൻക്രീസ് ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഗ്രോത്ത്, എക്സ്പാൻഷൻ എല്ലാ മേഖലയിലും ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക മേഖലകളിൽ ഞാൻ പുതുക്കം ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയുന്നവർ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനടുവിൽ വാഞ്ചയുള്ളവരെ തുടങ്ങത്താതെ, ആഗ്രഹമുള്ളവരെ തുടങ്ങത്താതെ, ഒരു പുതുക്കവും ഒരു നവീകരണവും ഒരു വർദ്ധനവും ആഗ്രഹിക്കുന്നവരുടെ ഇപ്പോൾ അങ്ങനെ പകരണമേ. ഈ സഭയുടെ നടുവിൽ അഭിഷേകതയിൽ ഒഴുകട്ടെ. ആ സുഗന്ധ ദേശത്ത് പരക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സുഗന്ധ ദേശത്ത് പരക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ ലഹരി പിടിക്കട്ടെ. എല്ലാവരും കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കുക. പിതാവേ, ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ അഗ്നി കത്തട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഏതെങ്കിലും വിഷയങ്ങളിൽ നിന്ന് വിടുതലാഗ്രഹിക്കുന്നവരാണെങ്കിൽ, ശരീരത്തിൽ രോഗമുള്ളവർ ഏതെങ്കിലും വിഷയത്തിൽ വിടുതലാഗ്രഹിക്കുന്നവർ, വിടുതലിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുമെങ്കിൽ നിങ്ങളുടെ വലുതുകരം ഉയർത്തിപ്പിടിക്കാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ കരം ഉയർത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ആത്മശക്തി അപാരമാകുന്ന നിലയിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരു ധാരണത്തിന്റെ കരമകത്തമേൽ വെക്കണമേ. ഇപ്പോൾ അവരെ സ്പർശിക്കണം, ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി ഞാൻ സ്പെസിഫിക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദയവായിട്ട് ആ ബ്രദറാക്കാനായി ഈ സിസ്റ്റർ ഒന്നുകൊണ്ട് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിതാവേ, ഈ മകന് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. മകന്റെ മേൽ ഒരു അത്ഭുതകരമാകുന്ന അനുഗ്രഹത്തെ റിലീസ് ചെയ്യണമെങ്കിൽ ഏത് മേഖലയിൽ മകൻ സംഘർഷം അനുഭവിക്കുന്നു, ആ സംഘർഷങ്ങളുടെ മകനെ സ്വതന്ത്രനാക്കി ആത്മാവിലും ജീവനിലും ശരീരത്തിലും മകൻ ഒരുപോലെ ഫ്രീ ആയി ആത്മശക്തി മകൻ അനുഭവിക്കട്ടെ. അഗ്നി മകനെ കത്തട്ടെ. അങ്ങനെ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെ തടയുന്ന മതിലുകൾ ഇടിയട്ടെ. അങ്ങയുടെ ഉദ്ദേശങ്ങളിലേക്ക്, പർപ്പസുകളിലേക്ക് ഈ മകന് യേശുവിന്റെ നാമത്തിൽ പുരോഗതി പ്രാപിക്കട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ. ഞങ്ങൾ അവിടെ തന്നെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മകൾക്ക് വേണ്ടി കരമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ മകന്, ഈ മകളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്യുന്ന മകന് സാധ്യമെന്ന ദൈവം കരുതിയ വിഷയത്തിലുണ്ട്. ദൈവം ഇന്ന് അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യുന്നത് ദൈവത്തിന് സാധ്യമായി ഒന്നുമില്ലായിരുന്നു. ശക്തിയാണ്
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യനുണ്ടാകിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യനുണ്ടാകിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിവെന്നവരാത്മാവേ അനിതരം തരണേ. ആദിവെന്നവരാത്മാവേ അനിതരം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Praise the Lord. Hallelujah. കർത്താവ് പിന്നെയും തന്റെ ശക്തി പകരുവാൻ വിശ്വസ്തൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലിവാഞ്ചിയോട് ദിവസങ്ങൾ നമ്മുടെ ദൈവസഹായിക്കാം. കർത്താവേ, കർത്താവോട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അതിന് ശുശ്രൂഷിപ്പാടുന്ന ദാസനെ അധികാരപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം.